മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇതാ ദൈവമായ കർത്താവ് ഇന്ന് രക്തസാക്ഷിയായ ഒരു വിശുദ്ധയെ നമ്മുടെ പക്കലേക്ക് അയക്കുകയാണ്. പ്രത്യേകമായി 1-ാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതാ അവരുടെ വീട്ടിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് വിശുദ്ധയായ ദോരോത്തി കടന്നു വരികയാണ്. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം, എൻ്റെ നാമമൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. വെറും 32 വയസ്സുകാരിയായ വിശുദ്ധ ദോരോത്തി കർത്താവിൽ ശരണം വെച്ച് ജീവിതത്തെ മുന്നിൽ കണ്ട് ജീവിച്ചവളാണ്. ദോരോത്തി പറയുകയാണ്, ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു. ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നതിനാൽ ഏത് പീഡനങ്ങളെയും നേരിടാനുള്ള സഹനശക്തി യേശു എനിക്ക് തരും. ദോരോത്തിയെ അതിദയനീയമായ വിധത്തിൽ പീഡന യന്ത്രത്തിലേക്ക് വലിച്ചിഴച്ച് ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും തകർന്നു പോകത്തക്ക വിധം പീഡിപ്പിച്ചു. ദോരോത്തിയിലൂടെ മനസ്സ് മാറ്റാൻ 2 ദുഷ്ടസ്ത്രീകളെ അയച്ചുവെങ്കിലും അവൾ അവരുടെ മനസ്സ് മാറ്റി മാനസാന്തരപ്പെടുത്തി. യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. ദോരോത്തി വഴങ്ങിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദോരോത്തിയെ അതിക്രൂരമായ വിധത്തിൽ മുഖത്തടിച്ച് മർദ്ദിച്ചു. തീപ്പന്തങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ പൊള്ളിച്ചു. രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരച്ഛേദനം നടത്തുവാൻ അവർ ഉത്തരവിട്ടു. ദോരോത്തി പറയുകയാണ്, യേശു എൻ്റെ ആത്മനാഥനാകുന്നു. ആസ്വാദ്യമായ ഫലങ്ങളും സുഗന്ധങ്ങളും വിശുദ്ധ പൂക്കളുമുള്ള സ്വർഗത്തിൽ അവിടുന്ന് എന്നെ കാത്തിരിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പിശാചിന് ഞാൻ ഒരിക്കലും ബലി അർപ്പിക്കുകയില്ല. നമ്മോട് ദോരോത്തി പറയുകയാണ്, സഹനങ്ങളെ ഭയപ്പെടേണ്ട, രോഗങ്ങളിൽ പിറുപിറുക്കേണ്ട. സഹനങ്ങൾ നമ്മെ ദൈവീക പദ്ധതിയിലേക്ക് അടുപ്പിക്കും. സഹനങ്ങൾ നമ്മെ ആത്മീയ കരുത്തുള്ളവരാക്കി മാറ്റും. സഹനങ്ങൾ നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിക്കും. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാൻ സഹനം നമ്മെ സഹായിക്കും. ഇതാ രക്തസാക്ഷിയായ ദോരോത്തി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് സന്തോഷത്തോടെ കടന്നു വരുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.